പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 30 ഹല്ലേലൂയ സ്തോത്രം ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി 7 പ്രാവശ്യം സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ഓർത്ത് നോക്കിയേ, നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ആയിരുന്ന ഇടങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്ത സകല പ്രവൃത്തികൾ കർത്താവിന്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവ് നമ്മളെ കരുതി, നമ്മളെ സൂക്ഷിച്ചു. എല്ലാത്തിനും ഈ പ്രഭാതി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം. അപ്പ സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന പിതാവിന് നന്ദി. കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് നന്ദി. അങ്ങയുടെ ദൂതന്മാരെ കൊണ്ട് ഞങ്ങളെ കാവൽ ചെയ്യിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഈ പകൽക്കാലം അങ്ങയുടെ കൃപ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, അതിന് സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് നാം പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഒന്നുകൂടെ ഒന്ന് സ്തോത്രം ചെയ്യാം. തന്ന കുടുംബജീവിതത്തിനായിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞു. കൈകൾ ഉയർത്തി പിടിച്ചിട്ടുള്ള കർത്താവെ, തന്ന കുടുംബജീവിതത്തിനായിട്ട് സ്തോത്രം. ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ദാനമായി തന്ന ഭവനങ്ങൾക്കായിട്ട് സ്തോത്രം, വാഹനങ്ങൾക്കായിട്ട് സ്തോത്രം, ജോലിക്കായിട്ട് സ്തോത്രം, ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. തന്ന എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ പുകഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇത് അങ്ങയുടെ കൃപയാൽ ഞങ്ങളായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ നടത്തുവാൻ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർക്കായിട്ട് സ്തോത്രം. കർത്താവ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ ഭരണാധികാരികൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ നിയമങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലുള്ള ദൈവിക സമാധാനത്തിൽ സ്വസ്ഥതയ്ക്കുമായിട്ടൊക്കെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം, ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം, ഞങ്ങളുടെ ചർച്ചക്കാരെ ഓർത്ത് സ്തോത്രം, ഞങ്ങളുടെ അയൽവാസികളെ ഓർത്ത് സ്തോത്രം. എല്ലാത്തിനും ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നന്ദി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇവരെല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നവർ, അമേൻ, 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 മിഷൻ സഹായത്താൽ, വെന്റിലേറ്ററിന്റെ സഹായത്താൽ ജീവിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കണം. ആമേൻ. ഓക്സിജൻ പുറത്തുനിന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് കിടക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ സാച്ചുറേഷൻ ലെവല് നോർമലായി തീരട്ടെ. അവരുടെ ശരീരത്തിലേക്ക് ആരോഗ്യം മടങ്ങി വരട്ടെ. ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അവർ സൗഖ്യമാകട്ടെ. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കൃപ അവരുടെ മേൽ ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണം. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. എല്ലാ തലത്തിലും കർത്താവ് പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ച നാളെ രാത്രി നമ്മുടെ ഇന്ത്യൻ സമയം 9:30 നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക. ഇന്ന് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രിയപ്പെട്ടവരെ, ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ അല്ലെങ്കിൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ പൈതലിനെ സംബന്ധിച്ച് സ്വർഗീയ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ദൈവിക സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഈ
ഡിവൈൻ റെസ്റ്റ് എന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഈ ജൂലൈ മാസത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു. നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആ സൂപ്പർ നാച്ചുറൽ പീസിലാണ് ജീവിച്ചത്. അതായത് അമാനുഷികമായ സമാധാനം. മാനുഷികമായ സമാധാനമുണ്ട്, അമാനുഷികമായ സമാധാനമുണ്ട്. യേശു ജീവിച്ചത് അമാനുഷികമായ സമാധാനത്തിലാണ്. കാരണം നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പടകിൽ കിടന്നുറങ്ങുന്ന രംഗം, പടകിലിരിക്കുന്ന ശിഷ്യന്മാർ മുഴുവനും നിലവിളിക്കുമ്പോൾ അവർ ഈ ചുറ്റുപാടിൽ കാണുന്ന കാറ്റും കോളും ഒക്കെ കണ്ട് ഭാരപ്പെട്ട് പേടിച്ച് നിലവിളിച്ച് അലറി വിളിക്കുമ്പോൾ ഈ കർത്താവ് അമരത്ത് തലവെച്ച് ആമേൻ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. അതായത് റെസ്റ്റില്ല. കർത്താവ് സമാധാനത്തിൽ. ശരിക്കും സമാധാനം നഷ്ടപ്പെടുത്തുന്നതാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരമാലകൾ പൊങ്ങി വരുന്നു, കാറ്റ് ആഞ്ഞടിക്കുന്നു, ആമേൻ വെള്ളം കയറുന്നു, ബോട്ട് മുങ്ങിപ്പോകുമോ എന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഇതാണ് ശിഷ്യന്മാരെ പീഡിപ്പിച്ചത്. അവർ കടലുമായിട്ട് നല്ല ബന്ധമുള്ളവരാ, അവർ തിരമാലകൾ കണ്ടിട്ടുണ്ട്, അവർ കാറ്റ് കണ്ടിട്ടുള്ളവരാ, അവർ വെള്ളം കയറി വരുന്നത് കണ്ടിട്ടുള്ളവരാ. പക്ഷെ അവർക്ക് പോലും സമാധാനം നഷ്ടപ്പെട്ട് അവർ നിലവിളിക്കുമ്പോൾ അമരത്ത് തലവെച്ച് സ്വസ്ഥമായി റെസ്റ്റിൽ, സമാധാനത്തിൽ, അതായത് സകല ബുദ്ധിയെയും കവിയുന്ന മനുഷിക വിവേകത്തിനപ്പുറമായ സമാധാനത്തിൽ കഴിയുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ നമുക്ക് ചുറ്റും പലത് കാണും. എന്നാൽ ദൈവിക സമാധാനം, ഞാനൊരു ദൈവ പൈതലാണ്, എനിക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല, ഞാൻ കർത്താവുമായിട്ട് ബന്ധമുള്ളവനാണ്, എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനുണ്ട്, എന്റെ അകത്ത് പരിശുദ്ധാത്മാവാ പ്രവർത്തിക്കുന്നത്, എനിക്ക് ചുറ്റും സ്വർഗീയ ദൂതന്മാർ കാവലായി നിൽക്കുന്നുണ്ട്, ഒന്നും തിന്മയ്ക്കായിട്ട് എനിക്ക് വരത്തില്ല എന്ന ആ തികഞ്ഞ ബോധം. ഇപ്പൊ യേശുവിനെ സംബന്ധിച്ച് യേശുവിന്റെ ധൈര്യം എന്തുവാ? യേശുവിനറിയാം, യേശു ഒരു പദ്ധതി പൂർത്തീകരിക്കുവാൻ വന്നവനാണ്. ആമേൻ. ആ പദ്ധതി പൂർത്തീകരിക്കുന്നത് വരെ ഒന്നും തൊടത്തില്ലെന്ന് കർത്താവിന് നല്ല ബോധ്യമായിരുന്നു. അതായത് അവർ കല്ലെറിയുവാൻ നോക്കി, ആ കാലഘട്ടത്തിൽ പർവ്വതത്തിൽ നിന്ന് തള്ളിയിടുവാൻ, മലമുകളിൽ നിന്ന് തള്ളിയിടുവാൻ നോക്കി, കല്ലെറിയുവാൻ നോക്കി, പല രീതിയിൽ യേശുവിനെ വകവരുത്തി കളയുവാൻ നോക്കിയപ്പോഴും യേശു അവിടെയെല്ലാം സമാധാനത്തിലാണ് നിന്നത്. കാരണം എന്നാ? യേശുവിനറിയാം, ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട്. ആ പദ്ധതിയെക്കുറിച്ചൊരു ബോധ്യത്തിൽ വേണം ജീവിപ്പാൻ. നിങ്ങളൊരു ദൈവ പൈതലാണോ? നിങ്ങളെക്കുറിച്ചൊരു ദൈവ പദ്ധതിയുണ്ട്. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചതാണോ? നിങ്ങൾ ദൈവത്തിന്റെ മകനും മകളുമാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പുറമെ എന്ത് കണ്ടാലും ദൈവിക സമാധാനത്തിൽ ജീവിക്കണം. പറയണം, ഇതൊന്നും എന്നെ യേശുകയില്ല, ഇതൊന്നും എന്റെ അടുക്കിലേക്ക് അടുത്തു വരത്തില്ല, കാരണം ഞാൻ ദൈവിക പദ്ധതിക്കകത്തു നിൽക്കുന്നവനാണ്. ആ ഒരു തികഞ്ഞ ബോധം നമ്മുടെ അകത്തുണ്ടാകും. അപ്പം എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം എന്ത് ചെയ്യണം? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ. 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുക അത്ര വേണ്ടത്. ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തകൾ വ്യത്യസ്ത ദിശകളിലേക്ക് പോകല്ലേ. നമ്മൾ ആകുലപ്പെട്ട് നിരാശപ്പെട്ടു പോകരുത്. എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ അവൻ കർത്താവുമായിട്ടുള്ള കണക്ഷനിലായിരിക്കും. എപ്പോഴും കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എന്തൊരു ചെറിയ വിഷയം വന്നാലും ജസ്റ്റ് ഇൻഫോം ചെയ്യും. കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആമേൻ. എന്നിട്ട് നിങ്ങൾക്കൊരു ആവശ്യം വന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളും, ചെറുതും വലുതും, ആമേൻ, നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന പേടി, അല്ലെങ്കിൽ അവര് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതോ ഇവര് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതോ, അയ്യോ അത് വരുമോ, എന്തുവാണോ അതെല്ലാം കർത്താവിനോടങ്ങ് പറഞ്ഞേക്കണം. അപ്പോൾ മനുഷ്യന്റെ വിവേകത്തെ മറികടക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ സമാധാനം യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും സംരക്ഷിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും എല്ലാം സംരക്ഷിക്കും. എങ്ങനെ? ടോക്ക് ടു ഗോഡ്. എപ്പോഴും കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കണക്ട് വിത്ത് ഹിം. ഏത് സാഹചര്യം, ചെറുതും വലുതുമായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലേക്ക് എന്തു വന്നാലും പെട്ടെന്ന് തന്നെ കർത്താവിനോട് പറയുക. അങ്ങനെ വരുമ്പോൾ സ്വസ്ഥതയിൽ ജീവിക്കുവാൻ കഴിയും. ഇത് നിങ്ങൾ ഈ മെസ്സേജ് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, നിങ്ങളൊരു 10 പ്രാവശ്യം കേൾക്കണം. പല പ്രാവശ്യം വാഹനത്തിൽ നിന്നും ജോലിക്ക് പോകുമ്പോഴൊക്കെ കേൾക്കും. എന്നിട്ട് ഇന്നു മുതൽ ആ ദൈവിക സ്വസ്ഥതയിൽ ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ട എല്ലാവരും ദൈവിക സമാധാനത്തിൽ ജീവിപ്പാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.